ഹല്ലേലൂയ. ഇന്ന് അനേകർക്ക് പണമുണ്ട്, കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തലമുറകൾ മാതാപിതാക്കളെ സ്നേഹിക്കാത്തവരും 2 തിമോഥെയോസ് 3 അന്ത്യകാലത്ത് സ്വസ്നേഹികളും ദിവ്യാഗ്രഹികളും വമ്പ് പറയുന്ന ഒരു മാതാപിതാക്കളെ സ്നേഹിക്കാത്തവരുമായ ഒരു തലമുറ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ സമാധാനമില്ലാതെ ഓരോ ദിവസവും രാത്രികാലങ്ങളിൽ ഹല്ലേലൂയ ഉറക്കത്തിന് പോലും കഴിയാൻ വയ്യാതെ മുന്നോട്ട് പോകുന്ന ചില ജീവിതങ്ങൾ ഇന്നും ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ സമാധാനത്തിനുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതുമാത്രമല്ല, സന്ദർശന കാലവും അറിഞ്ഞിരുന്നെങ്കിൽ ചിലതൊക്കെ ന്യായവിധി വരാതെ കഴിഞ്ഞേനെ. യെരൂശലേം അത് കഴിയുമ്പോൾ യേശു വന്നിട്ട് പോയി. അവനെ അംഗീകരിക്കാത്തത് കൊണ്ട് നമുക്കറിയാം യെരൂശലേമിൽ പിന്നെ ഹല്ലേലൂയ ഒരു കല്ലുകൾ മാത്രം ശേഷിച്ച് അത് മുഴുവനും തകർന്നു വീണ അനുഭവങ്ങൾ അറിയാം. പരിശുദ്ധാത്മാവ് എന്ത് സംഭവിക്കണോ പറയുമ്പോൾ, എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയേണ്ടത് ആമേൻ. രാത്രി വരുന്നു, പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു രാത്രി വരുന്നു. ഇങ്ങനെ കടന്നു വന്ന് യേശുവിനെ കുറിച്ച് പറയാൻ കഴിയാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത സമയം ഹല്ലേലൂയ മുൻപിലുണ്ട്. പ്രവർത്തിക്കാൻ കഴിയാത്ത സമയം മുന്നിലുണ്ട്. എങ്കിലോ ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഒരവസരം കൂടെ തരികയാണ്. ഹല്ലേലൂയ. ഇത്രയും വേളം വെച്ച് പറയുന്നതിൻ്റെ കാരണം, എൻ്റെ ആ കുടുംബത്തിൽ എൻ്റെ പിതാവ് സമാധാനമില്ലാത്തവനായി. എൻ്റെ പിതാവിൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഹല്ലേലൂയ എൻ്റെ പിതാവിനെ സെന്റ് സ്റ്റീഫൻ കോളേജിൽ പറഞ്ഞയച്ചു ഹല്ലേലൂയ പഠിക്കുവാൻ. 6 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആമേൻ കോളേജ് പാസ്സാകാതെ, ഒരു ബുക്കോ പെൻസിലോ ഇല്ലാതെ മദ്യപാനത്തിന് അടിമയായി കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ തിരിച്ച് മടങ്ങി വീട്ടിൽ വന്നു. ആ വീട്ടിൽ സ്വസ്ഥതയില്ല. പിതാവുമായിട്ട് മുന്നോട്ട് പോകാൻ വയ്യാത്ത ഒരു കാലഘട്ടം. ആമേൻ. അപ്പൊ പിതാവുമായി മുഖത്ത് നോക്കിയാൽ അവര് തമ്മിൽ തർക്കം തുടങ്ങും, പിന്നെ വഴക്കായി തീരും. അങ്ങനെ സ്വസ്ഥതയില്ലാതെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ കഴിയുമ്പോൾ ഭാഗ്യവശാൽ അന്ന് അവിടെ ഭവനത്തിൽ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതാണ്. ബൈബിളുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും ആ ബൈബിള് തുറന്നിട്ടില്ല. ഇന്ന് പലരും പുസ്തകം പേടി കിട്ടാതിരിക്കാൻ തലവണയുടെ കീഴെ വെച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധം വരികയില്ല. ഭാഗ്യവശാൽ എൻ്റെ പിതാവ് ആ ബുക്ക് തുറന്നപ്പോൾ കിട്ടിയ വാക്യം എവിടുന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല. ആ കറുത്ത പുസ്തകം ഹല്ലേലൂയ. അമ്മ ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മാതാവായിരുന്നു. അതുകൊണ്ട് ആ ഒരു വേദപുസ്തകം ആ വീട്ടിലുണ്ട്. ആമേൻ. നിങ്ങൾക്ക് ഹല്ലേലൂയ വേദപുസ്തകം ഉണ്ടെങ്കിലും വായിക്കാറുണ്ടോ? ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ആ പുസ്തകം നിങ്ങളോട് പറയും എത്രമാത്രം സ്നേഹിക്കുന്നെന്ന്. ഈ സ്നേഹിക്കുന്ന യേശു ആരെന്ന് അറിയണമെങ്കിൽ ആ പുസ്തകം വായിക്കണം. ആ പുസ്തകം ജീവിതത്തെ മാറ്റും. വേറൊന്നിനും മാറ്റാൻ കഴിയത്തില്ലെങ്കിലും ആരോടും സംസാരിക്കണ്ട. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഇന്നും ഹല്ലേലൂയ ശക്തിയോടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. മദ്യപാനികളെ മടക്കിക്കൊണ്ടുവരുന്നു. ആമേൻ. ഹല്ലേലൂയ. മയക്കുമരുന്നിനും അല്ല മറ്റുമായിട്ടുള്ള അനേക ജീവിതങ്ങൾ ഹല്ലേലൂയ. ഈ കാലങ്ങളിൽ ഞാനായിരിക്കുന്ന ദേശങ്ങളിൽ ജയിലുകളിൽ പോകാറുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് ഇത്ര വിളിച്ചു പറയുന്നത്
എൻ്റെ പിതാവിൻ്റെ മാറ്റം എന്ന് പറയുക മാത്രമല്ല, ഹല്ലേലൂയ, മദ്യപാനികളും ഹല്ലേലൂയ ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ളവരും ജയിലിൽ കിടക്കുന്നവരുടെ അടിയിൽ അടുത്ത ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആദ്യം പോകാൻ തുടങ്ങിയപ്പോൾ ജയിലിലെ ആമേൻ അവിടുത്തെ ജയിലർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഇവിടെ വന്ന് ജയിലിലോ എന്താ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ സിസ്റ്റർ വന്ന് ഇവരോടൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ ഈ സ്ത്രീകളെല്ലാം നല്ല സമാധാനത്തോടെ അവിടെ കിടന്നോളും, ഞങ്ങൾക്ക് അധികം പ്രോബ്ലം തരത്തില്ല, അതുകൊണ്ട് സിസ്റ്ററുടെ കൂടെ വരണമേന്ന്. ഞാൻ കുറച്ച് നാളായിട്ട് പോകുന്നില്ലായിരുന്നു. എന്നെ ഒരിക്കൽ വഴിവെക്കിച്ചു വന്നിട്ട്, എന്താ ഇപ്പം കാണാത്തെ? അയ്യോ, സിസ്റ്റർ വരുമ്പോഴുണ്ടല്ലോ ഈ സഹോദരിമാർക്കെല്ലാം എന്തൊരു വ്യത്യാസമാണെന്നറിയാവോ? ഞാൻ വരുന്നത് കൊണ്ടല്ല, വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം സമാധാനം തരുന്നതാണ്, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. ആകാശം ഭൂമി മാറിപ്പോയാലും മനുഷ്യരുടെ വാക്ക് മാറും. അല്ലല്ലോ, നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവര്, വീസ അയച്ചു വരാമെന്ന് പറഞ്ഞവര്, ജോലി തരാമെന്ന് പറഞ്ഞവര്, നിന്നെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞവര്, നിന്റെ മക്കളുടെ കാര്യം നോക്കാമെന്ന് പറഞ്ഞവര് പലരും പെട്ടിയിലായി, അവർ കുഴിച്ചിടക്കപ്പെട്ടു. എന്നാലോ നിന്നോട് കൂടെ അവസാനം വരെ ഇരിക്കുന്നവൻ, നിന്റെ ആവശ്യങ്ങൾ അറിയുന്നവൻ, നിന്നെ സഹായിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ, അത് യേശു. പറയുക മാത്രമല്ല, കേൾക്കുന്നവനാണ്. അങ്ങനെ എൻ്റെ മാതാവും പിതാവും ദൈവത്തെ അറിയുവാനിടയായി. ഹല്ലേലൂയ. ആ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ കേട്ട ആ വാക്യം ഞാൻ ഇന്ന് വായിക്കാനിടയാകുകയാണ്. ഇതിനകത്താരേലും സമാധാനമില്ലാതെ നിങ്ങളുടെ ജീവിതം കലങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിതാവിനോട് സംസാരിച്ച ആ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം ഇന്നും ജീവൻ തരുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുകയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കലങ്ങി മറിഞ്ഞ് ജീവിതത്തിന് സമാധാനമില്ലാതെ സർവപ്രത്യാശയും നശിച്ചവനായി യൗവനക്കാരനായവൻ ഹല്ലേലൂയ പഠിത്തത്തിന് പോയി, പഠിക്കാൻ കഴിയാതെ മദ്യപാനത്തില് അടിമയായി, ഹല്ലേലൂയ സർവ്വതും തകർന്നവനായി ഭവനത്തിൽ ഇരിക്കുമ്പോൾ പിതാവുമായി ചേർന്ന് പോകാൻ കഴിയില്ല, ഭാവി ഒന്നും കാണാനില്ല. ആ സമയത്താണ് ഭാഗ്യവശാൽ ആ വചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, അതിൽ യേശുവിൽ എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. കാരണം ഞാൻ പോയിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഹല്ലേലൂയ ഒരു വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത്? ഞാൻ ഇരിക്കുന്നിടത്ത് ഹല്ലേലൂയ. പലരും നമ്മളെ കാണുമ്പം കാണാത്തവരായി ഓടിപ്പോവും. അയ്യോ, അവൾ ഇനി ഇങ്ങോട്ട് വരാതിരുന്നാ മതി അല്ലേ? ഹല്ലേലൂയ. ആമേൻ. 2 ദിവസം കഴിയുമ്പോൾ ചോദിക്കും, എന്നാ പോകുന്നേ അല്ലേ? വലിയ സ്നേഹമാ അല്ലേ? 2-3 ദിവസം ഇല്ല, ഒരാഴ്ച കഴിയുമ്പോൾ പറയും, എന്താണ് എന്നാ പോകുന്നത്. പക്ഷേ യേശു പറയുന്നു, ഞാൻ പോയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാനാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണം. മാനവജാതിയെ ഹല്ലേലൂയ ദൈവം സൃഷ്ടിച്ചത് അവന്റെ കൂടെ ഇരിക്കാനാണ്. ഹല്ലേലൂയ. മത്തായി 10 അറിയാം, അവൻ 12 പേരായി ഹല്ലേലൂയ തെരഞ്ഞെടുത്തത് അതിന്റെ 13-ാം വാക്യത്തിൽ അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാനാണ്.
ഇന്ന് ഈ സുവിശേഷ പ്രസംഗവും എന്തിനാണ് കേൾപ്പിക്കുന്നറിയാവോ? നമ്മോടുകൂടെ ഇരിക്കുവാൻ, നമ്മോടുകൂടെ ജീവിതത്തിലായി തീരുവാൻ ആഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു പിതാവ് ഇന്ന് നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ ബാങ്ക് ബാലൻസ് ചോദിക്കയില്ല, നിന്റെ വിദ്യാഭ്യാസം ചോദിക്കയില്ല, നിന്നെ എന്താണ് ചെയ്യുന്നെന്ന് ചോദിക്കയില്ല. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവേ പ്രാണപ്രിയ, ഹല്ലേലൂയ, നീ എന്റെ ഹല്ലേലൂയ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന്, ഞാൻ പാപിയാണ്, നീ എന്നെ ഹല്ലേലൂയ എന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കണമേ, എനിക്ക് സമാധാനമില്ല, എനിക്ക് സമാധാന പ്രഭുവേ എന്റെ ഉള്ളിൽ വന്ന് ഈ സമാധാനം എനിക്ക് തരണമേ. 4 ലെറ്റർ ഹെൽപ്പ്. അധികമൊന്നും പറയാൻ കഴിയത്തില്ലേലും ഹെൽപ്പ് എന്നൊന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പിതാവ് അന്ന് രാത്രികാലം ഒരു മദ്യപാനത്തിനോ ഹല്ലേലൂയ വേറെ ഒരു കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ കഴിയാത്ത സമാധാനം ആ വാക്കിൽ കൂടെ എൻ്റെ പിതാവിന് കിട്ടി. അങ്ങനെ അത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പോയത്. ഹല്ലേലൂയ, ആമേൻ. യേശു ക്രിസ്തു എന്ന് വാ കൊണ്ട് ഏറ്റുപറയുകയും ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ ക്രിസ്തു ഉള്ളില് ഹല്ലേലൂയ വരുവാൻ സ്വീകരിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ യേശു ക്രിസ്തു എന്നും നിന്റെ രക്ഷിതാവെന്നും നീ പാപിയാണെന്ന് വാ കൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിൽ നീ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനം കേട്ടിട്ട്, കർത്താവേ ഞാൻ പാപിയാണ്, എനിക്ക് രക്ഷ വേണം, എന്നെ അങ്ങയുടെ രക്തം കൊണ്ട്, സർവ്വപാപം പോക്കുന്ന രക്തം കൊണ്ട് കഴുകണമേ. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നമുക്ക് പലതും ഈ ഹല്ലേലൂയ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വരുവാൻ പലരെയും അടുപ്പിക്കുന്ന എന്തെന്നറിയാമോ? ഞാൻ യോഗ്യനല്ല, എൻ്റെ ജീവിതത്തിൽ പല കുറവുകളുണ്ട്. എന്നാലോ ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന യേശു നിന്റെ പഴയ ജീവിതം ഒന്നും ചോദിക്കത്തില്ല കേട്ടോ. നീ എന്ത് ചെയ്തു എന്ന് ഇതുവരെ ചെയ്തത് കണക്കിടാതെ ഹല്ലേലൂയ അത് ക്ഷമിച്ചു തരുവാൻ, പാപങ്ങളെ മോചിക്കുവാൻ ഒരുവനെ അധികാരമുള്ളൂ, അത് യേശു. കാരണം പാപമില്ലാത്തവൻ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് എന്റെ പാപത്തിന് വേണ്ടി മരണയോഗ്യനായ എനിക്ക് രക്ഷക്കപ്പെടുവാൻ പാപമില്ലാത്തവൻ എനിക്കായി മരിക്കണം. അതിനായി 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട്, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചത് കൊണ്ട് എനിക്ക് എന്റെ പാപത്തിന് യേശു മുഖാന്തരം മോചനമുണ്ട്. ഹല്ലേലൂയ. വേറൊന്നും ചോദിക്കയില്ല. അങ്ങനെ എൻ്റെ പിതാവിന് ഹല്ലേലൂയ ദൈവമില്ല എന്ന് പറയുന്ന ഉപ്പാപ്പനും ഹല്ലേലൂയ ഭവനത്തിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നല്ല മനുഷ്യരാണ് എല്ലാവരും. പക്ഷേ ഹല്ലേലൂയ ദൈവമോ കാര്യങ്ങളിലോ ഒന്നും അത്ര വലിയ ആമേൻ താല്പര്യങ്ങളോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഹല്ലേലൂയ ആ വേദപുസ്തകത്തിൽ കൂടെ ആർക്കും തരാത്ത സമാധാനം കിട്ടിയപ്പോൾ, വചനം പറഞ്ഞത് കേട്ടനുസരിച്ചപ്പോൾ ഞങ്ങളുടെ ഭവനം മാറി, ദുഃഖത്തിന്റെ ഭവനം മാറി. ഹല്ലേലൂയ ആമേൻ. സന്തോഷമായി. പെട്ടെന്ന് എൻ്റെ ഹല്ലേലൂയ എൻ്റെ പിതാവ് ഇരിക്കുന്നിടത്തേക്ക് പിതാവിൻ്റെ മാതാവ് ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. അന്നേരം എൻ്റെ പിതാവ് ചോദിച്ചു, അമ്മച്ചി രക്ഷിക്കപ്പെട്ടതാണോ?
അമ്മച്ചി പെട്ടെന്ന് ഞെട്ടി. ഇങ്ങനത്തെ ഒരു വാക്ക് അവൻ്റെ വായിന്ന് കേട്ടിട്ടില്ല. അതെങ്ങാണം പറയുകയാണെങ്കിൽ നീ നിന്റെ പരിപാടി. അപ്പോൾ ഒരിക്കലും ഒരു ഉപദേശി ചോദിച്ചു വഴി കൂടെ പോയപ്പോൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. ആ ഉപദേശിയോട് എൻ്റെ പിതാവ് പറഞ്ഞു, ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പണിയില്ലാത്തവര് ഇതും കൊണ്ടൊക്കെ നടക്കുന്നതാ എന്ന് പറഞ്ഞു വിട്ട എൻ്റെ പിതാവ്. ഹല്ലേലൂയ. യേശുവിനെ തള്ളിക്കളഞ്ഞവൻ യേശു. ഹല്ലേലൂയ. ആ വചനവുമായി എൻ്റെ പിതാവിൻ്റെ ഹല്ലേലൂയ ഹൃദയത്തെ മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിഞ്ഞു. ഒരു മനുഷ്യന് കഴിയാഞ്ഞത് ദൈവത്തിന്റെ വചനം രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. ഞങ്ങൾ പറയുന്നതല്ല, ഈ പുസ്തകത്തിനകത്തുള്ള വചനം ഇന്നും രൂപാന്തരപ്പെടുത്തും. ഇന്ന് രാത്രി പറയാനുള്ളത്, യേശുവിൻ്റെ നാമം രക്ഷ വരുന്നതാണ്. രണ്ടാമത് ഹല്ലേലൂയ, ഒന്നും കേട്ടില്ലെങ്കിൽ ഹല്ലേലൂയ, അത് രോഗത്തെ സൗഖ്യമാക്കുന്നതാണ്. ഹല്ലേലൂയ. രോഗിയായി ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എത്ര പ്രാവശ്യമായി എത്ര ആശുപത്രി കയറി ഇറങ്ങി. ഹല്ലേലൂയ. വിധി എഴുതിയിട്ടുണ്ടോ എന്നാ പറയാനാ, ഈ മരുന്ന് തിന്നോ, ജീവിതാവസാനം വരെ ഇത് തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കുറയാനൊന്നും പോകുന്നില്ല. ഇങ്ങനെയൊക്കെ തന്നെയാ. ഇതൊക്കെ കാണും. പ്രായമായി വരികയല്ലേ, അതല്ല ഈ അസുഖമല്ലേ, ഇതൊക്കെ കാണുമെന്ന് വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ യേശു ഞങ്ങൾ പറയുന്നത് ആമേൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അതെങ്ങനെ അറിയാമെന്നറിയാവോ? എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ സഹോദരൻ ആദ്യമായി ജനിച്ചു. തലവഹിക്കമായ ഹൈഡ്രോകെഫാലസ് എന്ന് ഉള്ള അസുഖത്താൽ തലവെള്ളം കെട്ടിക്കിടക്കുന്ന അസുഖം, ശരീരം ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഡോക്ടർ ചാണ്ടി വെല്ലൂർ ചെന്നപ്പോൾ ഹല്ലേലൂയ വിധി എഴുതി റിപ്പോർട്ട് എഴുതിയത്, ഈ കുഞ്ഞ് 3.5 വയസ്സ് 4 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. അഥവാ 4 വയസ്സ് ജീവിച്ചാൽ തന്നെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പൈതലായിരിക്കുമെന്ന്. എന്നാലോ എൻ്റെ മാതാപിതാക്കള് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന്, അത് ജീവനാണെന്ന് വിശ്വസിക്കുന്ന എൻ്റെ മാതാപിതാക്കള് ഡോക്ടർമാരുടെയും വൈദ്യന്മാരുടെയും റിപ്പോർട്ട് കേട്ടിട്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അവർ ക്ഷീണിച്ചില്ല. ആമേൻ. അവർ വിശ്വസിക്കാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി 3-ാം ദിവസം ഹല്ലേലൂയ ഇതുവരെയും സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പറയുന്ന സുവിശേഷം സത്യമാണെന്നറിയുവാൻ, നിങ്ങളുടെ രോഗത്തെ ശിക്ഷിക്കുവാൻ, നിങ്ങളുടെ ആയിക്കൊണ്ടുപോകുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഇന്ന് 3-ാം ദിവസം ഒരു അത്ഭുതത്തിന്റെ രാത്രിയാണ്. നിങ്ങൾ വിശ്വസിക്കണ്ട. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾ പറയുന്ന വിശ്വസിക്കണ്ട. എന്നാൽ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ട്? രോഗത്തിൽ നിന്ന് രാത്രി വിടുതൽ വേണോ? ആമേൻ ഹല്ലേലൂയ. വിടുതൽ തരുന്നെങ്കിൽ നീ വിശ്വസിക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 1 വർഷത്തിന് മുമ്പേ ഞാൻ ഓർക്കുന്നു, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഡോക്ടർമാരെല്ലാം 4 സർജറിക്ക് എഴുതിയ ഒരു ഹസ്ബൻഡ് ആൻഡ് ഭാര്യ വൈഫൂടെ ഞങ്ങളുടെ ചർച്ചിൽ വന്നു. ഹല്ലേലൂയ. അവർ വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ 4 സർജറി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടെങ്കിലും ഹല്ലേലൂയ ആമേൻ അതുകൊണ്ട് രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും അവർ പറഞ്ഞിട്ടുണ്ട് സർജറിക്ക് വേണ്ടി പോവുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ സമയത്താണ് ഹല്ലേലൂയ വീട്ടിലേക്ക് അവിടെ ചർച്ചിലേക്ക് വന്നത്. ഹല്ലേലൂയ. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, ഇത് സർജറിക്ക് ഡോക്ടർ ചെല്ലുമ്പോൾ ഡോക്ടർമാർക്ക് അതിശയം കൂറുമാർ ഞങ്ങൾ സേവിക്കുന്ന യേശു ഇന്ന് തൊട്ട് സൗഖ്യമാകുന്നെങ്കിൽ ഇന്നു മുതൽ യേശുവിന് വേണ്ടി ആയിത്തീരണമെന്ന് ആമേൻ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ആട്ടെന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കണ്ടു, ഭാര്യയും ഭർത്താവൂടെ. ആമേൻ ഹല്ലേലൂയ. 1 മിനിറ്റ്.
സോറി. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് അവർ ഭാര്യയും ഭർത്താവോട് അങ്ങോട്ട് നോക്കാൻ തുടങ്ങി. കാരണം അവരോർത്തു എനിക്കൊന്നും അറിയത്തില്ല, എന്തോ പറയുന്ന 4 സർജറി ഡോക്ടർമാർ പലരും തള്ളിക്കളഞ്ഞതാണ്. എന്തോ പറയുന്നത് സൗഖ്യമാകുമെന്നോ? ആമേൻ. ഇന്ന് രാത്രിയിലും ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു, ഇന്ന് രാത്രി 3-ാം രാത്രിയിൽ ആമേൻ, ഹല്ലേലൂയ, ദൈവം ചില വീര്യപ്രവർത്തികള് യേശു ജീവിക്കുന്നുണ്ടെന്ന് കഥയല്ല, ഇന്നും ജീവിക്കുന്നു. അവന്റെ ശക്തി പോയിട്ടില്ല. ഇന്ന് രാത്രിയിലും അവന്റെ ശക്തി അറിയുവാൻ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിന്റെ മഹത്വം കാണാം. ഹല്ലേലൂയ. അവരെ പറഞ്ഞു വിട്ടു. സർജറിക്ക് മുന്നേ അവര് ഒരു പ്രാവശ്യം കൂടെ എക്സ്റേ എടുത്തപ്പോ ഹല്ലേലൂയ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ക്രാക്കാണോ, എനിക്ക് സുബോധം പോയോ? പുള്ളിക്കാരൻ ഒന്നുകൂടെ നോക്കി. സേക്രം എന്ന ഒരു കാര്യം ബാക്കിലുള്ള ഒരു ഓർഗനാണ്. ആ ബോൺ അവിടെ ഇല്ല, ബോണില്ല. പക്ഷേ പെട്ടെന്ന് കാണുന്നു അവിടെ ഇല്ലാത്തതിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിയേറ്റീവ് മിറക്കിൾ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ ഇന്ന് രാത്രിയിലും നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ വിശ്വസൻ. എൻ്റെ ബ്രദറിനെയും ഡോക്ടർമാര് തള്ളിക്കളഞ്ഞത് എൻ്റെ മാതാപിതാക്കൾ വിശ്വസിക്കുവാൻ തുടങ്ങി. ഇവര് വന്നപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാനത് കണ്ടു. ഹല്ലേലൂയ. കെട്ടുകഥയല്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾ വിശ്വസിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ ബ്രദർ ഹല്ലേലൂയ ഹൈഡ്രോകെഫാലസിസിൽ നിന്ന് ദൈവം അത്ഭുതമായി വിടുവിച്ചു. ഒരു ന്യൂറോ സർജനായിട്ടാണ് ആമേൻ പിന്നെ പ്രവർത്തിച്ചത്. 58 വർഷക്കാലം ദൈവം ഒരു ന്യൂറോ സർജനായി ആമേൻ തൃശ്ശൂര് ഹല്ലേലൂയ പ്രവർത്തിക്കുക മാത്രമല്ല ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലും സുവിശേഷമായി പോകുവാൻ ദൈവം ഒരു അവസരവും കൊടുത്തു. അത് കഴിഞ്ഞുണ്ടായതാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളെ വിശ്വാസം പഠിപ്പിച്ചത്. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവര് സുവിശേഷം പറഞ്ഞ് അവരെടുത്ത കറുത്ത പുസ്തകം എടുക്കുവാൻ തലമുറകളായിരിക്കുന്ന ഞങ്ങള് ഇത് കാരണം എന്തെന്നറിയാവോ? ഈ രാത്രിയില് ഇവിടെ വന്ന് പറയുന്ന എന്തെന്നറിയാവോ? അത് അനുഭവിച്ച സാക്ഷ്യമാണ്, ഒരു കെട്ടുകഥയല്ല. ഇന്നും വിശ്വസിക്കുന്നതിൽ അവൻ അത്ഭുത അടയാളങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. ഞാനുണ്ടായപ്പോൾ നടക്കാത്ത ഒരു കുഞ്ഞായിട്ടാണ് ഉണ്ടായത്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെ കൈയും കൊണ്ടായിരുന്നു ഞാൻ നിരങ്ങിയായിരുന്നു 3.5 വയസ്സോളം ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വല്യമ്മച്ചിക്ക് വലിയ ദുഃഖമായിരുന്നു. ഞാൻ ഇച്ചിരി ഓർമ്മയേ ഉള്ളൂ. ഹല്ലേലൂയ. എനിക്കെൻ്റെ അമ്മ ദിവസവും എണ്ണ പ്രാർത്ഥിച്ചു തരുമായിരുന്നു. കാലയിൽ പുരട്ടി സൗഖ്യം അവകാശമായി പറയുവാൻ ദിവസം തോറും. ആമേൻ. യേശു ജീവിക്കുന്നെങ്കിൽ നിനക്ക് വിടുതൽ തരുമല്ല, ദൈവത്തിന്റെ ഹിതമാണ് അത്. ഹല്ലേലൂയ. ലോകം പറയുമായിരിക്കും നീ ഹല്ലേലൂയ കാലിന് സ്വാധീനമില്ലാത്ത ഒരു പൈതലാണ്, ബുദ്ധിഹീനം പറയാതെ നടക്കുമെന്നോ? യേസ്, നടക്കുക മാത്രമല്ല, അല്ല കുതിച്ച് ചാടുന്ന നിങ്ങളുടെ മുമ്പില് ദൈവം തന്ന വിടുതല് എന്തിനാ പറയുന്നെന്നറിയാവോ? ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ എല്ലാവരുടെയും ദൈവമാണ്. എന്നെ വിടുവിച്ച ദൈവം ഇന്ന് രാത്രികാലം നിങ്ങളെ വിടുവിക്കാൻ കഴിയുമോ? അത് യേശുവിന്റെ നാമത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശുവിന്റെ നാമം ക്യാൻസറിനെക്കാട്ടിൽ വലിയ നാമമാണ്, കൊളസ്ട്രോളിനെക്കാട്ടിൽ വലിയ നാമമാണ്, ഡയബറ്റീസിനെക്കാട്ടിലും വലിയ നാമമാണ്. പക്ഷേ വിശ്വസിക്കണം.
വിശ്വസിക്കുന്നെങ്കിൽ വിടുതൽ കിട്ടുന്നവരെ വിശ്വസിക്കണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ വിശ്വസിച്ച മുഖാന്തരം എൻ്റെ അമ്മ ദിവസവും എണ്ണ പുരട്ടി എന്നെ കാലിൽ എണ്ണ പുരട്ടി നടത്തിക്കാൻ നോക്കുമായിരുന്നു. ഓരോ പ്രാവശ്യം നടത്തുമ്പോൾ ഞാൻ താഴെ വീഴും. എന്നാലും ഹല്ലേലൂയ എൻ്റെ മാതാവിനും പിതാവിനായും ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ ദൈവത്തെ വിശ്വസിക്കുന്ന ഇതിനകത്ത് എത്ര പേരുണ്ട്? അവൻ മനുഷ്യനല്ല. ആമേൻ. പള്ളു പറയുവാൻ ആകാശം ഭൂമി മാറിപ്പോയാലും ദൈവത്തിന്റെ വചനം മാറ്റമില്ല. എങ്കില് ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ഈ അടയാളങ്ങൾ നടക്കാം. അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും. ഞങ്ങൾ ഹല്ലേലൂയ അല്പസമയം കഴിയുമ്പോൾ രോഗികളായി വരുന്നുള്ള അത്ഭുതം ഹല്ലേലൂയ ഈ പറയുന്ന കഴിഞ്ഞ 2 ദിവസമായി 3-ാം ദിവസമായിരിക്കുന്ന ഇന്ന് ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇനി പ്രസംഗം കേട്ടിട്ടല്ല അനുഭവിക്കേണ്ട രാത്രിയാണ്. അതിനായി ഞാൻ എൻ്റെ പറയട്ടെ എല്ലാ ദിവസവും നടത്താൻ തുടങ്ങി. പതുക്കെ പതുക്കെ എൻ്റെ കാലിന് ദൈവം ബലം തരാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുമാത്രമല്ല കേരള യൂണിവേഴ്സിറ്റിയിലെ ആമേൻ ഹല്ലേലൂയ ഹൈ ജമ്പ് ചാമ്പ്യനാണ്. 5.3 ആയിരുന്നു ഞാൻ ഹൈ ജമ്പിന്. ആമേൻ ഹല്ലേലൂയ. ദൈവം വിടുതൽ തരുമ്പോൾ ഉണ്ടല്ലോ ആമേൻ ഹല്ലേലൂയ അതിശയവണ്ണമായിട്ടാണ്. ഹല്ലേലൂയ. ഇത് പറയുന്നതിന്റെ കാരണം എന്തെന്നറിയാവോ? വിശ്വാസം വരാൻ. ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങൾ we are overcome by the testimony and the blood of the lamb. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ വിശ്വാസം ഉളവാകാൻ 3-ാം ദിവസം നടന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഹല്ലേലൂയ കർത്തദാസൻ ഈ സമയത്ത് അത് കഴിയുമ്പോൾ കടന്നു വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിച്ച് സഹായിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരെ ഒരു പ്രമാണിയായി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 3 വരെ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്, ഒരു സംഭവം. വേദവസ്തം തുടങ്ങുന്നത് ഏദനിലെ ആമേൻ ഒരു കുടുംബജീവിതത്തെ വെച്ചാണ്. ഇവിടെയും ഒരു കുടുംബം. ഹല്ലേലൂയ. വെളിപ്പാട് അവസാനിക്കുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ചാണ്. ഈ 3 കല്യാണമാണ്. ഹല്ലേലൂയ. ഈ കല്യാണം എന്തെന്നറിയാവോ? ഹല്ലേലൂയ 3-ാം ദിവസമാണ്. ആമേൻ. ഈ 3-ാം ദിവസത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചു. അവിടെ 3-ാം ദിവസത്തിൽ ഒരു കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നെന്നാണ് അവിടെ ആദ്യം എഴുതിയേക്കുന്നത്? യേശുവിന്റെ അമ്മ മറിയ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ ഉണ്ടായിരുന്നോണ്ട് അടുത്ത എന്താണ് എഴുതിയേക്കുന്നത്? യേശുവിനെയും ശിഷ്യന്മാരെയും വിളിച്ചു. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിച്ച് യേശു ഇതിനകത്ത് വരണം, ഇതിനകത്ത് യേശു വന്ന് ജീവിതങ്ങളെ തൊടണം, സൗഖ്യമാക്കണം. ഞങ്ങൾ പറയുന്ന സുവിശേഷം ഹല്ലേലൂയ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് ഇന്ന് രാത്രിയിലും കാണുവാൻ കാനാവിലെ കല്യാണത്തിൽ മറിയ വന്നിരുന്നു. യേശുവിനെ അറിയാവുന്നവൻ എന്താണ്? യേശുവിനെ ജനനം ധരിച്ചപ്പോൾ ഹല്ലേലൂയ മറിയോട് പറഞ്ഞതുണ്ട്, ഇരുട്ടിലിരിക്കുന്നവർ പ്രകാശം കാണും. ഹല്ലേലൂയ. യേശു ഇമ്മാനുവേൽ. ഹല്ലേലൂയ. ആമേൻ. അവൻ മുഖാന്തരം മാനവജാതിക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അത്യുന്നതൻ ഹല്ലേലൂയ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ജനനം നൽകിയത് മറിയയ്ക്കറിയാമായിരുന്നു.
പക്ഷേ മറിയയ്ക്ക് അറിയാമായിരുന്നു ആ ജനനം നടന്നത് മറിയയുടെ ഗുണം കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് ഉളവായി ഉണ്ടായ ഒരു ജനനമാണെന്ന്. മറിയയ്ക്കറിയാമായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ ഹല്ലേലൂയ, എന്നിൽ ആത്മാവിനാൽ ഉരുവായ യേശുവിന് കഴിയുമെന്ന് അറിയാവുന്ന മറിയ യേശുവിന്റെ അടുക്ക ചെന്നു. ഹല്ലേലൂയ. ഓർത്തോണേ, ഹല്ലേലൂയ. മറിയയുടെ അടുക്കലല്ല വന്നേ, ആരുടെ അടുക്കലോട്ടാ പോയേ? മറിയ യേശുവിന്റെ അടുത്തേക്ക്. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? സമയമായില്ല. ഹല്ലേലൂയ. ആമേൻ. എന്താണ്? വീഞ്ഞു കുറഞ്ഞു പോയെന്ന്. സഹോദരിമാരായ നമുക്കറിയാം, വല്ല വീട്ടിൽ ഉണ്ണാൻ പോയാല് സാമ്പാറോ ഇറച്ചിക്കറിയും സ്റ്റൂ ഒക്കെ തിന്നുമ്പോൾ അറിയാം അതിച്ചിരെ കുറഞ്ഞു വരുന്നുണ്ടെന്ന്. കാരണം അതിൻ്റെ നീട്ടം കാണുമ്പോൾ ഇല്ലേ? വിരുന്നുകാർ കൂടുന്ന അനുസരിച്ച് കുറച്ച് വെള്ളമോ പാലോ ഒക്കെ ചേർക്കില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയെ മനസ്സിലാക്കി ഇവിടുത്തെ വീഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ മറിയയ്ക്ക് അറിയാമായിരുന്നു കുറഞ്ഞാല് വീഞ്ഞ് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല, നാളുകൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എന്നാലോ യേശുവിന് ഒരു നിമിഷം മതി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കളറില്ലാത്ത, ടേസ്റ്റ് ഇല്ലാത്ത, മണമില്ലാത്ത ഒരു വെള്ളത്തെ വീഞ്ഞാക്കുന്നവൻ മധ്യേ ഉണ്ടെന്ന് മറിയയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് മറിയ യേശുവിൻ്റെ അടുക്ക ചെന്നു. യേശുവിൻ്റെ അടുക്ക ചെന്നപ്പോൾ യേശു പറഞ്ഞു എൻ്റെ സമയമായില്ല. പക്ഷേ മറിയ എന്നിട്ടും വിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ശുശ്രൂഷകരോട് പറഞ്ഞു അവൻ വല്ലതും പറഞ്ഞാ ചെയ്തോണം. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് യേശുവിന് ശക്തിയുണ്ട് കേട്ടോ. പക്ഷേ ആരുടെ ആ ശക്തി വെളിപ്പെടുന്നത്? അവന്റെ വാക്ക് കേട്ട് ദൈവമാണ് ഇന്ന് രാത്രി സംസാരിക്കുന്നെന്ന് ഏറ്റെടുത്ത് അനുസരിക്കുന്നവരിലാണ് ഹല്ലേലൂയ വിടുതൽ നടക്കാൻ പോകുന്നത്. അത് കണ്ടപ്പോൾ യേശു പറഞ്ഞു, നല്ല വീഞ്ഞ് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അല്ലേ? നല്ല വൈനിന്റെ ഗ്ലാസ്സുകളൊക്കെ ഹല്ലേലൂയ വിരുന്നുകാർക്കുള്ളതുണ്ടായിരുന്നു. പക്ഷേ എന്താണ് യേശു പറഞ്ഞേ? അന്ന് യഹൂദന്മാരുടെ കഷ്ടം അനുസരിച്ച് ഹല്ലേലൂയ വിരുന്നുകാർ വരുമ്പോ കാലൊക്കെ കഴുകാനായിട്ട് ശുദ്ധീകരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന കൽപാത്രമുണ്ട്. ആമേൻ. കൽപാത്രം കൊണ്ടുവരാൻ ഹല്ലേലൂയ ഈ അന്ത്യകാലത്ത് കർത്താവ് ലോകം ഹല്ലേലൂയ തള്ളിയത്, ഡോക്ടർമാര് തള്ളിയത്, ആമേൻ ആയിരിക്കുന്നത് പുറത്ത് കിടക്കുന്ന ചിലതിനെ ദൈവം ഈ ദിവസങ്ങളിൽ പുതിയ വീഞ്ഞു പകർന്ന് നിന്നെ വിരുന്നുശാലയിൽ അനേകർക്ക് ഹല്ലേലൂയ ആമേൻ സന്തോഷം നൽകുവാൻ, വിടുതൽ നൽകുവാൻ ആമേൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ കൽപാത്രത്തിന്റെ വ്യത്യാസം എന്തെന്നറിയാം? വൈൻ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, മെഷീനിൽ കൂടെ ഒരേ തറിയാണ് ഇറങ്ങി വരുന്നത്. കൽപാത്രം കല്ല് എടുത്ത് ഓരോന്നും കൊത്തി ഉണ്ടാക്കുന്നതാണ് കൽപാത്രം. ഒരു കൽപാത്രം പോലെ ഇരിക്കത്തില്ല മറ്റേത്. ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, നമ്മുടെയൊക്കെ ഷേപ്പ് വേറെയാണ്, നമ്മുടെയൊക്കെ കളർ വേറെയാണ്, നമ്മുടെയൊക്കെ സൈസ് വേറെയാണ്. പക്ഷേ നമ്മളിൽ കൂടെ ഒരേ ഉള്ളൂ രക്തം. ആമേ, രക്തത്തിന്റെ കളർ ഒന്നേ ഉള്ളൂ, അതൊന്നേ ഉള്ളൂ. ഏത് ഭാഷക്കാരാണേലും ഒരേ കളറാണ്. എന്നാലോ യേശുവിന്റെ രക്തം സർവപാപം പോക്കുന്ന ആ രക്തമുണ്ടല്ലോ, അതേത് ഹല്ലേലൂയ നിലയിലാണെങ്കിലും ഈ രക്തം ആ കാൽവറിയിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നത്, യേശു ആ ക്രൂശിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ മരിച്ച് തൂങ്ങി ഓരോ തുള്ളി രക്തവും നമ്മുടെ പാപത്തിന് വേണ്ടി, നമുക്ക് രോഗത്തിന് വേണ്ടി ഹല്ലേലൂയ
വില കൊടുത്ത ആ യേശുവാണ് ഇന്ന് രാത്രിയില് ഉയർത്തെഴുന്നേറ്റ് അവന്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. ക്രൂശിന്റെ മരണം മുഖാന്തരമാണ് ഇന്ന് വിടുതല്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കറിയാം, ആ മൺപാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ഹല്ലേലൂയ എന്ത് പറ്റി? വിരുന്നുകാർ ചോദിച്ചു, ഇത്ര നല്ല വിരുന്ന് ഹല്ലേലൂയ ആമേൻ വീഞ്ഞ് എവിടുന്നാണെന്ന്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളുണ്ടല്ലോ, ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തി കഴിയുമ്പോൾ നീ ആള് മാറും. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ നില മാറും. ഹല്ലേലൂയ. അവസ്ഥ മാറും. നിന്റെ കുടുംബജീവിതം മാറും. നിന്റെ ഹല്ലേലൂയ എല്ലാം മാറി. ലോകത്തിന് പോലും അതിശയം തോന്നും. ഇവിടെ ഇരിക്കുന്ന പലരും, ഞങ്ങളൊക്കെയും ഇന്നിവിടെ ഇരിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാവോ? യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ്. അത് ഞങ്ങൾ അറിയ മാത്രമല്ല, ഈ ദേശം അറിയണം, നിങ്ങൾ ഓരോരുത്തരും അറിയണം. അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനായാണ് ഇന്ന് രാത്രികാലം ഈ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഒരു നിമിഷക്കാലം യേശുവിൻ്റെ നാമം പറയുക മാത്രമല്ല, വിടുതൽ ഉണ്ടാകുക എന്നത് മാത്രമല്ല, ഇത് നിങ്ങളുടെ ശരീരത്തിലേക്ക് അനുഭവിക്കുവാൻ. ഹല്ലേലൂയ.